അവിലിൻ്റെ കഷ്ണം നുറുക്കി അതിൽ ക്യാരറ്റ്, കുമ്പളങ്ങ, മത്തങ്ങ, ചേന, കായ, പയർ, മുരിങ്ങക്കായ ഒടുവ് വേവാറാകുമ്പോൾ ഇടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ നാളേക്കുള്ള സാമ്പാർ കഷ്ണവും നുറുക്കി വെച്ചു. അങ്ങനെ അവിലിൻ്റെ കഷ്ണം ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അവിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ, കുറച്ച് 1/2 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് ചുവന്നുള്ളി കുറച്ച് കൂടുതൽ ഇട്ടുമ്പോൾ അവിൽ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൽ ലേശം കൂടുതലിട്ടുണ്ട്. ചുവന്നുള്ളി, ജീരകം, നാളികേരം. ഇനി അതിലേക്ക് 3 എരിവുള്ള മുളകാണ്. അപ്പോൾ 3 പച്ചമുളക് ചേർത്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ചതച്ചെടുക്കാം. നാളികേരം, ചുവന്നുള്ളി, ജീരകം, പച്ചമുളകൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുരിങ്ങക്കായ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് പുളിവെള്ളം അല്ലെങ്കിൽ തൈരോ ഒരു കപ്പ് മാങ്ങയുടെ കഷ്ണമോ, ഞാൻ ഇവിടെ പുളിവെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി അത് ഒഴിക്കാൻ പോകും. അവിലിൻ്റെ കഷ്ണം വെന്തു. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർക്കാം. ചതച്ച് വെച്ചിരുന്ന നാളികേരം ചേർത്തു. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല രുചിയുള്ള അവിൽ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്തിരി കഷ്ണങ്ങൾ ഇത്തിരി ഇത്തിരി വേവ് ഉള്ള രൂപത്തിലാണ് ഞങ്ങൾ എടുക്കുക. അല്ലാണ്ട് കഷ്ണങ്ങൾ വേവാത്ത രൂപത്തിലല്ല. അപ്പം ഞങ്ങൾക്കൊരു കുത്തി കണ്ട ഇതുപോലെയാണ് ഞങ്ങൾ എടുക്കുക അവിൽ. കണ്ട ഇതുപോലെയാണ് ഞങ്ങളുടെ അവിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം,